ഒരു അക്കാദമിക് ഇയർ കൂടി അവസാനിച്ചതോടെ ഫോറിൻ എഡ്യൂക്കേഷൻ വീണ്ടും നമ്മുടെ ചർച്ചകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നഗരങ്ങളിലെല്ലാം വിദേശത്ത് പോയി പഠിക്കാൻ സൗകര്യമൊരുക്കുന്ന ഏജൻസികൾ ഓഫീസ് തുറന്നിരിക്കുന്നു. ഫോറിൻ യൂണിവേഴ്സിറ്റികൾ എന്ന് വിളിക്കുന്ന സ്ഥാപനങ്ങളുടെ പേരിൽ കരിയർ എക്സ്പോകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തു വന്നാലും UK-യിലോ US-ലോ പോയി പഠിക്കണമെന്ന വാശിയിൽ എല്ലാത്തിലും പോയി തലവിട്ടു കൊടുക്കുകയാണ് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മലയാളികൾ. ഉള്ള പുരയിടവും പണയം വെച്ചാണ് പലരുടെയും യാത്ര. നാടുവിടാൻ സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രയത്നിക്കുന്ന കുടുംബങ്ങൾ കടക്കെണിയിലാവുകയാണോ? അങ്ങനെ ഒരു വശം കൂടി ഈ വിദേശ സ്വപ്നങ്ങളുടെ പിന്നാമ്പുറങ്ങളിലുണ്ടത്രേ. വെറുതെ പറയുന്നതല്ല. കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ പുറത്തുവിട്ട കണക്കാണ്. കേന്ദ്ര ധനസഹമന്ത്രി പങ്കജ് ചൗധരിയാണ് കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. നോക്കാം വിശദാംശങ്ങൾ. ലണ്ടനിൽ BTech ചെയ്യാൻ 20 ലക്ഷം ലോൺ എടുത്ത് അടച്ചു തീർക്കാൻ പലിശയും ചേർത്ത് 50 ലക്ഷം വേണ്ടി വന്ന ഒരു കുടുംബം. ലോണുകൾ അടച്ചു തീർക്കാൻ പിന്നെയും ലോൺ എടുക്കേണ്ടി വന്ന മറ്റൊരു കുടുംബം. ബാങ്ക് നൽകിയ വായ്പ തികയാതെ ഫീ അടക്കാൻ പിന്നെയും ലക്ഷങ്ങൾ മറുവഴിയിലൂടെ കണ്ടെത്തേണ്ടി വന്ന മറ്റു കുടുംബങ്ങൾ. ലോൺ അടക്കാൻ ഹോട്ടലുകളിലും കെയർ ഹോമുകളിലും പാർട്ട് ടൈം ജോലി ചെയ്യുന്ന വിദ്യാർത്ഥിനികൾ. പഠനം കഴിഞ്ഞിട്ടും ജോലിയാകാതെ മടങ്ങി വരുന്നവർ. പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലും പണിയെടുത്ത് ദുരിതം പേറുന്നവർ. ഇങ്ങനെ നിരവധി കഥകളാണ് നമുക്ക് ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓവർസീസ് എഡ്യൂക്കേഷൻ എന്നത് ഉയർന്ന ജീവിത നിലവാരവും വലിയ ജോലിയും എല്ലാം ലഭിക്കുന്ന ഒരു ഗോൾഡൻ ടിക്കറ്റായിരുന്നു. പക്ഷേ അതൊക്കെ പണ്ട്. ഇപ്പോൾ വിദേശ വിദ്യാഭ്യാസം എന്നത് അനേകം കുടുംബങ്ങൾക്ക് തീർത്താൽ തീരാത്ത സാമ്പത്തിക ബാധ്യതയും കൂടിയായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നാണ് അതിലേറെ നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യവും. അതായത് രാജ്യത്ത് വിദേശ വിദ്യാഭ്യാസത്തിനു വേണ്ടി ഏറ്റവും കൂടുതൽ ലോണുകൾ പൊതുമേഖലാ ബാങ്കുകൾ അനുവദിച്ച സംസ്ഥാനം കേരളമാണ്. അതുമാത്രമല്ല, ഈ ലോണുകളിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക വരുത്തിയ സംസ്ഥാനവും കേരളമാണ്. കേന്ദ്ര ധനസഹമന്ത്രി പങ്കജ് ചൗധരി രാജ്യസഭയിൽ അവതരിപ്പിച്ച കണക്കുകൾ എന്തായിരുന്നുവെന്ന് നോക്കാം. 2019 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെ 66,159 ബാങ്ക് അക്കൗണ്ടുകൾ, അതിൽ 7,619.14 കോടി രൂപയാണ് കേരളത്തിൽ വിതരണം ചെയ്ത വിദേശ വിദ്യാഭ്യാസ വായ്പ. രാജ്യത്ത് ആകെ വിതരണം ചെയ്ത വിദേശ വിദ്യാഭ്യാസ വായ്പയുടെ 17%. അത് മുഴുവൻ കേരളത്തിൽ നിന്നാണ്. കണക്ക് നൽകിയത് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനാണ്. ഈ കണക്കാണ് മന്ത്രി രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. അനുവദിച്ച വായ്പയുടെ കാര്യത്തിൽ മാത്രമല്ല കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഈ വായ്പകളിൽ തിരിച്ചടവ് മുടങ്ങിയതും ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. വിദേശത്തും സ്വദേശത്തുമുള്ള പഠനത്തിനായി കഴിഞ്ഞ സെപ്റ്റംബർ വരെ 2,99,168 അക്കൗണ്ടുകളാണ് കേരളത്തിൽ തുറന്നത്. 3 ലക്ഷത്തോളം എഡ്യൂക്കേഷൻ ലോൺ എടുത്ത വിദ്യാർത്ഥികൾ. അതിൽ 16,293 കോടി രൂപ തിരിച്ചടക്കാൻ കഴിയാതെ ബാക്കിയാണത്രേ. 30,491 അക്കൗണ്ടുകളിലായി 909 കോടി രൂപ നിഷ്ക്രിയ ആസ്തിയായി കിടക്കുന്നുമുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതെല്ലാം സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ കണക്കാണ്. എന്താണ് ഇത്രയും തുക തിരിച്ചടവ് മുടങ്ങാൻ കാരണം? വിദേശത്ത് പ്രതീക്ഷിച്ച തൊഴിൽ കിട്ടിയില്ല എന്നത് തന്നെ. നല്ല തൊഴിൽ കിട്ടാതെ പഠനശേഷമുള്ള 2 വർഷത്തെ പോസ്റ്റ് സ്റ്റഡി വിസ കാലാവധി കഴിയും. അങ്ങനെ കാലാവധി കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടി വരികയാണ് എന്നാണ് കണക്കുകൾ. അതോടുകൂടി പല കുടുംബങ്ങളും കടക്കണിയിലാകുന്നു. ഈ കണക്കുകളെല്ലാം വലിയൊരു പ്രതിസന്ധിയാണ് വെളിപ്പെടുത്തുന്നത്. പുറത്തുപോയി പഠിക്കാൻ ഏറ്റവും കൂടുതൽ ലോൺ എടുത്തവർ നമ്മുടെ സംസ്ഥാനത്താണ്. അതൊരു നല്ല സൂചനയല്ല. സ്റ്റുഡൻ്റ് അക്കൗണ്ടുകളിൽ നിന്ന് കേരളത്തിൽ മാത്രം വായ്പാ തിരിച്ചടവ് മുടങ്ങിക്കിടക്കുന്നത് 9,387.11 കോടി രൂപയാണ്. അതിനർത്ഥം അത്രയ്ക്കുമധികം കുടുംബങ്ങൾ ഇത്രയും തുക കടബാധ്യതയിലാണെന്നാണ്. തിരിച്ചടവ് മുടങ്ങിയവർക്കെതിരെ ബാങ്കിൻ്റെ നടപടികൾ വേഗത്തിലായി തുടങ്ങും. ഭൂമിയോ വീടോ അടക്കമുള്ള ആസ്തികൾ ആ നടപടികളുടെ ഭാഗമായി കേരളത്തിലെ കുടുംബങ്ങൾക്ക് ത്യജിക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെട്ടാൽ മതിയെന്ന ധാരണയിൽ വിദേശത്തു ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാമെന്ന ചിന്തയിൽ പോകുന്നവരാണ് പലരും. പക്ഷേ ആ ധാരണ തെറ്റുകയാണ് പലർക്കും. വിദേശ ജോലി എന്ന സ്വപ്നത്തിലാണ് ഇവിടെ വായ്പകൾ പെരുകുന്നത്. പക്ഷേ ആ സ്വപ്നം നിറവേറ്റാതെ കടക്കണി കൂടിയാണ് കേരളത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം UK പ്രധാനമന്ത്രി നടത്തിയ വെളിപ്പെടുത്തൽ നമ്മൾ കണ്ടതാണ്. പുതിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ വരുന്നു UK-യിൽ. അതോടുകൂടി കർശനമായ വിസ വ്യവസ്ഥകൾ ഈ അവസ്ഥക്ക് നമ്മുടെ രാജ്യത്ത് ആക്കം കൂട്ടും.
പല രാജ്യങ്ങളും കുടിയേറ്റം നിയന്ത്രിക്കാൻ കർശന വ്യവസ്ഥകൾ കൂട്ടിക്കൊണ്ടുവരുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ വിദേശ വിദ്യാഭ്യാസം എന്നത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മുടെ കുടുംബത്തിന് ബാധ്യതയാകരുത്.